ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 116 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എളിമപ്പെട്ടു, അവിടുന്ന് എന്നെ രക്ഷിച്ചു. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. അല്പബുദ്ധികൾ എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവനെന്നോ അറിവില്ലാത്തവനെന്നോ എന്ന അർത്ഥത്തിലല്ല. ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദ ലോർഡ് പ്രിസേർവത്ത് ദ സിമ്പിൾ എന്നാണ്. അല്പബുദ്ധിയുടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് ദ സിമ്പിൾ എന്നാണ്, വക്രതയില്ലാത്ത, കാപട്യമില്ലാത്ത എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കേണ്ടത് കാപട്യമില്ലാതെ, വക്രതയില്ലാത്ത ഹൃദയത്തോടെ ആയിരിക്കണം. എന്നാൽ ആർജവം കാണിക്കണം. ആ ആർജവത്വം എന്താണ്? പിതാവാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ ഒരു ആർജവം. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ലൗകിക പിതാക്കന്മാരും നമ്മളുമായിട്ട് എങ്ങനെയാണോ, ആ ഏതൊരു ബന്ധത്തിലാണോ ആയിരിക്കുന്നത്, അതേപോലെ തന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തെ പിതാവായിട്ട് കാണണം. ആ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും മക്കളാണ്, മകനാണ്, മകളാണ്. അപ്പം ആ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന് മുമ്പിൽ ദൈവം പിതാവ് ആണെന്ന് ഉള്ള ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ മകനായി, മകളായി ദൈവം മുമ്പാകെ നിന്ന് നമ്മളെ നമ്മുടെ പ്രാർത്ഥനകൾ കഴിക്കുമ്പോൾ, നമ്മുടെ യാതനകൾ കഴിക്കുമ്പോൾ ആ പിതാവ് മനസ്സിലുള്ളവനാണ്. ആ പിതാവ് നമ്മുടെ നല്ല ആവശ്യങ്ങളെ ഒരിക്കലും മറികടക്കത്തില്ല. അത് നമുക്ക് സാധിച്ചു തരിക തന്നെ ചെയ്യും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എളിമപ്പെട്ടു, അവിടെ തന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടും വിനയത്തിൻ്റെ ആത്മാവോടും കൂടി നമ്മൾ നിൽക്കണം. ദൈവസന്നിധിയിൽ ആ നുറുങ്ങിയ ഹൃദയത്തോടെ, ഹൃദയപരമാർത്ഥതയോടെ, കാപട്യമില്ലാതെ, വക്രതയില്ലാതെ, എളിമയോടെ, വിനയത്തിൻ്റെ ആത്മാവോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എനിക്കൊന്നുമില്ല, എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ മിടുക്കൊണ്ടോ ഉണ്ടായതല്ല ഇതൊന്നും, മറിച്ച് ദൈവം തന്ന ദാനമാണ്. ദൈവം തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഈ സമ്പത്ത്, ഈ ആരോഗ്യം, ഈ തോട്ടങ്ങൾ, ഈ മനോഹരമായ വീട്, ഇതൊന്നും എൻ്റേതല്ല, ദൈവം എനിക്ക് ദാനമായി തന്നാണ്. ആ ഒരു ബോധ്യത്തോടെ നിൽക്കുമ്പോഴാണ് നാം എളിമപ്പെടുന്നത്, ആത്മാവിൽ ദരിദ്രർ ആകുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടിയാണ് നമ്മൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, 2 മനുഷ്യർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒരാൾ പരീശനാണ്, മറ്റേ ആൾ ചുങ്കക്കാരനാണ്. പരീശൻ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ അവിടെ പറയുന്നത്, അവൻ തന്നോട് തന്നെ പറയുകയാണ്, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, ഇവരെ ആ ശേഷം ആ മനുഷ്യരെ പോലെ അല്ലാതെ, ഈ ചുങ്കക്കാരനെ പോലെയും അല്ലാതെ ആയിരിക്കിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു പറയുകയാണ്. അവിടെ പറയുകയാണ്, അവൻ തന്നെത്താൻ പുകഴ്ത്തിയാണ്, ആ മറ്റുള്ളവരെല്ലാം, അവനല്ലാതെ മറ്റുള്ളവരെല്ലാം നീതികെട്ടവരും വ്യഭിചാരികളും പിടിച്ചുപറിക്കാരുമാണ്. ഈ ചുങ്കക്കാരൻ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പറയുകയാണ്, അവനല്ലാതെ അവൻ വലിയ കേമനാണ്, മറ്റുള്ളവരെല്ലാം നീതികെട്ടവരും വ്യഭിചാരികളും പിടിച്ചുപറിക്കാരുമാണെന്ന് പറയുകയാണ്. എന്നിട്ട് അവന് ശേഷം അവിടുന്ന് കഴിഞ്ഞ് കുറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്, ദാനം കൊടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് തന്നെത്താൻ പുകഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. അവിടെ അവൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്നാണ് ദൈവം പറയുന്നത്. എന്നാൽ ചുങ്കക്കാരൻ മാറി നിന്നുകൊണ്ട് ഈ ജൽപ്പനങ്ങളൊന്നുമില്ല, അവനെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് അവനൊന്നുമില്ല എന്നുള്ള ബോധ്യത്തോടെ അവൻ പറയുകയാണ്, ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറയുകയാണ്. അതായത് ഈ പാപലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരും നീതിമാന്മാരല്ല, നമ്മൾ ആരും വലിയ പരമാർത്ഥ ഹൃദയമൊന്നും ഉള്ളവരല്ല. ഈ ലോകത്തിൻ്റെ കളങ്കമൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ബോധ്യത്തോടെ ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമെന്ന് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയെന്നാണ്. അതുകൊണ്ട് നീതീകരിക്കപ്പെടണമെങ്കിൽ നീ ആ പരീശനെ പോലെ തന്നെത്താൻ പുകഴ്ത്തി, ഞാൻ വലിയ കേമനാണ്, മറ്റുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സമസൃഷ്ടി ആയിരിക്കെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ സമസൃഷ്ടി ആയിരിക്കെ, ആ
പരീശന് പറയാണ്, മറ്റുള്ളവരെല്ലാം നീതികെട്ടവരും വ്യഭിചാരികളും പിടിച്ചുപറിക്കാരുമാണ്, ഞാൻ മാത്രമാണ് കേമനെന്ന് പറഞ്ഞ് തന്നെ തന്നെ പുകഴ്ത്തുമ്പോൾ അവനവിടെ താഴ്ത്തപ്പെട്ടവനായി അവൻ്റെ പ്രാർത്ഥന ഒന്നും ദൈവമുമ്പാകെ സ്വീകരിച്ചില്ല എന്ന് പറയുന്നത്. മറിച്ച് ആ ചുങ്കക്കാരൻ പറയുകയാണ്, അവനെ തന്നെ ശൂന്യമാക്കി അവനെ തന്നെ താഴ്ത്തി അവിടെ പ്രാർത്ഥിച്ചപ്പോൾ, എളിമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ്, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ യാതനകൾ കഴിക്കുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കാപട്യമില്ലാതെ, വക്രതയില്ലാതെ, നിർമ്മലമായ ഹൃദയത്തോടെ, അല്ലെങ്കിൽ ആ വിനയത്തിൻ്റെ ആത്മാവോടെ നമുക്ക് നിൽക്കാം. അപ്പോഴാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ദൈവം മുമ്പാകെ നമുക്ക് എളിമപ്പെടാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പം ദൈവം മുമ്പാകെ എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.